بسم الله الرحمن الرحيم عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وبعد. നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്ത് അമ്മ യതസാഅലൂൻ, സൂറത്ത് അമ്മ യതസാഅലൂൻ, ഈ സൂറത്താണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത്. ഈ സൂറത്തിന് അമ്മ യതസാഅലൂൻ, അതേപോലെ സൂറത്തു അമ്മ, സൂറത്തു നബ, സൂറത്ത് അന്നബ, അതേപോലെ സൂറത്തുൽ മുഅ്സിറാത്ത് തുടങ്ങി പേരുകളുണ്ട്. സൂറത്ത് അമ്മ, അതേപോലെ തന്നെ സൂറത്ത് അമ്മ യതസാഅലൂൻ, ബുഖാരിയൊക്കെ അമ്മ യതസാഅലൂൻ എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സൂറത്തു നബ, അതേപോലെ സൂറത്തുൽ മുഅ്സിറാത്ത്, ഈ പേരുകളൊക്കെ ഈ സൂറത്തിൻ്റെ പ്രത്യേകത. ഒന്നിലധികം പേരുകളിൽ അറിയപ്പെട്ട സൂറകളിൽ പെട്ടതാണ് നമ്മുടെ ഈ സൂറത്ത്. സൂറത്തുൽ മആരിജിനും സൂറത്തുൽ നാസിയാത്തിനും ഇടയിലാണ് ഈ സൂറത്തിൻ്റെ അവതീർണത. സൂറത്തുൽ മആരിജ് സഅല സായിലും ബിഅദാബിൻ വാഖിഅ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ എന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് സൂറത്തുൽ നബ ഇറങ്ങിയത്. പിന്നെയാണ് സൂറത്തുൽ നാസിയാത്ത് ഇറങ്ങിയത്, നമ്മൾ മുമ്പ് പഠിച്ച സൂറത്ത്. അതിൻ്റെ ഇറങ്ങിയതിൻ്റെ അവതരണക്രമം അതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ഹഫിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യും? ഇന്ന സ്ഥലത്ത് ഇന്ന സൂറത്ത് വെക്കുക, ഇന്ന സ്ഥലത്ത് ഇന്ന സൂറത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? വഹി എഴുതുന്നവരോട് കൽപ്പിക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് എന്ത് ചെയ്തത്? പിന്നെ ഈ മുസ്ഹഫിലുള്ള ക്രമം വന്നത്. മുസ്ഹഫിലെ ക്രമം ഒന്ന് വേറെയാണ്, അവതരിച്ച ക്രമം ഒന്ന് വേറെയാണ്. അപ്പോൾ ഈ സൂറത്ത് അവതരിപ്പിച്ചത് മാരിജിൻ്റെയും അതേപോലെ നാസിയാത്തിൻ്റെയും ഇടയിലായിട്ടാണ് ഈ സൂറത്തിന് ഇറങ്ങിയത്. സൂറത്ത് മക്കിയത്താണ്. മക്കിയത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതീർണത. ഈ സൂറത്തും സൂറത്ത് നാസിയാത്തിനെ പോലെ തന്നെ പരലോക സംബന്ധമായ വിഷയങ്ങളാണ് ഇതിലെ പരാമൃഷ്ട പ്രധാന വിഷയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാൽ ഞാൻ ആരംഭിക്കുന്നു. എന്താണോ ആരംഭിക്കുന്നത് അത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഖുർആൻ പാരായണമാകുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ ബർക്കത്തിനാൽ പഠനം ആരംഭിക്കുന്നു. അള്ളാഹു റഹ്മാൻ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്താവിശേഷനാണ്. അള്ളാഹു കരുണാമയനാണ്. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു കരുണ ഏകുന്നവനാണ്. അതായത് കരുണാമയനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹിൻ്റെ ദാത്തിൻ്റെ പ്രത്യേകതയാണ്. അതെന്താണ്?
കാരുണ്യവത്താണ്. അതാണ് റഹ്മാൻ എന്നത് അറിയിക്കുന്നത്. അള്ളാഹു കാരുണ്യവാനാണ്. റഹീം എന്നുള്ളതോ ആ കാരുണ്യം അള്ളാഹു നൽകുന്നവനാണ്, ഏകുന്നവനാണ്. അപ്പോൾ കരുണാമയനായ, കരുണ ഏകുന്നവനായ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, ബർക്കത്തിൽ ആരംഭിക്കുന്നു. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ല സയഅലമൂൻ സുമ്മ കല്ല സയഅലമൂൻ. അമ്മ യതസാഅലൂൻ, തസാഅല എന്നുള്ള ക്രിയയിൽ നിന്നാണ്. തസാഅല യതസാഅലു യതസാഅലൂൻ. തസാഅല എന്നാണ് അന്യോന്യം ചോദിച്ചു എന്നാണ്. യതസാഅലു ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചോദിക്കും. അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ചോദിക്കും. യതസാഅലൂൻ എന്ന് പറഞ്ഞാൽ അവർ, അവർ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ എന്ന് പറഞ്ഞാൽ അൻ പിന്നെ മ, ഇതാണ് അൻ മ. മായെ അന്നിലേക്ക് അല്ലെങ്കിൽ അന്നിനെ മായിലേക്ക് ഇദ്ഗാം ചെയ്തിട്ടാണ് അമ്മ എന്ന് പറഞ്ഞത്. നൂനും മീമും, നൂനും മീമും ഒരേപോലെ പിന്നെ ഇദ്ഗാം അർഹിക്കുന്ന അക്ഷരങ്ങളാണ്. ഇദ്ഗാം ഒന്നൊന്നിലേക്ക് ചേർക്കുന്നതിന് അർഹിക്കുന്ന അക്ഷരങ്ങളാണ്. അതുകൊണ്ടാണ് അൻ മ എന്നുള്ളത് ഒന്നിച്ചു വന്നപ്പോൾ അതിനെ ചേർത്തത്, അമ്മ എന്നാക്കിയത്. മാ ഇസ്തിഫാമിൻ്റെ മാ ഹാദ എന്നാണ്. എന്താ ഇതെന്താണ്, എന്താണ് എന്നുള്ളത് ചോദിപ്പിക്കണമെങ്കിൽ മായാണ്. അതാണ് ഇസ്തിഫാമിൻ്റെ മാ. വ്യാകരണത്തിൽ മാ ഇസ്തിഫാമിൻ്റെ മുമ്പ് ഈ അൻ പോലുള്ളതായ ജറിൻ്റെ ഹർഫുകൾ വന്നാൽ അതിൻ്റെ അലിഫ് കളയപ്പെടും എന്നുള്ളതാണ്. അലിഫ് കളയപ്പെടും. എന്നിട്ട് അമ്മ. വേറെയും വിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പോൾ ബിമ, ബിമ തുബശ്ശിറൂൻ എന്ന് കാണാം. ബിമ തുബശ്ശിറൂൻ, അത് ബി പിന്നെ മാ എന്നാണ്. പക്ഷേ ഖുർആനിൽ ബിമ തുബശ്ശിറൂൻ. അതേപോലെ അമ്മ, ഇതേപോലെ ഫീമ എന്ന് കാണാൻ സാധിക്കും. ഫീമ യഖ്തസിമൂൻ, ഫീമ എന്ന് കാണാൻ സാധിക്കും. ഏതായാലും ഇവിടെ അമ്മ എന്ന് പറഞ്ഞാൽ, മ എന്ന് പറഞ്ഞാൽ ഏതൊന്ന്, എന്തോന്ന്. അമ്മ എന്ന് പറഞ്ഞാൽ എന്തൊന്നിനെ സംബന്ധിച്ചാണ് യതസാഅലൂൻ അവർ അന്യോന്യം ചോദിക്കുന്നത്, ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ യതസാഅലൂൻ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് അമ്മ എന്തിനെക്കുറിച്ചാണ്. ഇപ്പം എന്തിനെക്കുറിച്ചാണ് അവർ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാ? ഒരു തുടക്കം എന്താണെന്നറിയോ? എന്തിനെക്കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൽ തുടങ്ങുന്നത് എന്തിനാ? ചോദ്യത്തിൽ തുടങ്ങുന്നത് ശ്രദ്ധ ഒരു പ്രധാന വിഷയത്തിലേക്ക് ക്ഷണിക്കാനാണ്. ചോദ്യരൂപത്തിൽ അനിൻ നബഇൽ അദീം, അനിൻ നബഇൽ അദീം. അൻ നബ എന്ന് പറഞ്ഞാൽ അൽ ഖബർ, വാർത്ത, ഖബർ. അൽ അദീം എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട, വലിയ, വമ്പിച്ച വാർത്ത. അപ്പോൾ അതിന് ജവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തിനെക്കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അനിൻ നബഇൽ അദീം, വലിയ ഒരു വൃത്താന്തം, വാർത്തയെക്കുറിച്ചാണ്. വാർത്തയെക്കുറിച്ചാണ് അവർ അന്യോന്യം ചോദിക്കുന്നത്. അല്ലദീ, അല്ലദീ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ഈ വലിയ വാർത്ത എന്ന് പറയല്ലേ, അത് എങ്ങനെയുള്ളതാണ്? ഹും അവർ എന്ന് പറഞ്ഞാൽ ഈ അന്യോന്യം ചോദിക്കുന്നവർ, ഫീഹി അതിൽ, അതിൽ എന്ന് പറഞ്ഞാൽ ഫിന്നബഇൽ അദീം ഈ വലിയ വാർത്തയിൽ, മുഖ്തലിഫൂൻ, എന്താ മുഖ്തലിഫൂൻ? അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്, അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. ഇഖ്തലഫ അഭിപ്രായ വ്യത്യാസത്തിലായി, മുഖ്തലിഫ് മുഖ്തലിഫൂൻ അഭിപ്രായ വ്യത്യാസമുള്ളവർ. അപ്പോൾ അമ്മ യതസാഅലൂൻ അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനെക്കുറിച്ച്? എന്തോന്നിനെക്കുറിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അനിൻ നബഇൽ അദീം, ഒരു വലിയ വൃത്താന്തത്തെക്കുറിച്ച്, വാർത്തയെക്കുറിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലദീ, ഈ വലിയ വാർത്ത എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയുള്ളതാണ്? ഹും ഈ അന്യോന്യം ചോദിക്കുന്നവർ, ഫീഹി ഈ മഹാവൃത്താന്തത്തിൻ്റെ വിഷയത്തിൽ, മുഖ്തലിഫൂൻ അഭിപ്രായ വ്യത്യാസം ഉള്ളവരാണ്, അഭിപ്രായ വ്യത്യാസം ഉള്ളവരാണ്.
അവിടെ ഈ നബ വാർത്ത അതെന്താ? മഹാവൃത്താന്തം വാർത്ത എന്ന് പറഞ്ഞാൽ അതെന്താ? ആ വാർത്തയെക്കുറിച്ച് പറഞ്ഞു. അത് കേവലം ഒരു വാർത്തയല്ല, പിന്നെയോ അദീമായ വാർത്തയാണ്, വലിയ വാർത്തയാണ്. മാത്രമല്ല അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, ഈ അന്യോന്യം ചോദിക്കുന്നവർ അവർ ആ വാർത്തയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഇവിടെ അവർ അന്യോന്യം ചോദിക്കുന്നു എന്നത് അവർ പ്രസിദ്ധരാണ്, അതുകൊണ്ടാണ് അവർ ആര് എന്നവിടെ പറയാതിരുന്നത്. സൂറത്ത് മക്കീയത്താണ്, മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ്. അപ്പോൾ അന്യോന്യം ചോദിക്കുന്നവർ മുശ്രിക്കീങ്ങളാണ്, ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അന്യോന്യം ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് വാർത്തയെക്കുറിച്ചാണ്, മഹാവൃത്താന്തത്തെക്കുറിച്ചാണ്. ആ മഹാവൃത്താന്തത്തിൻ്റെ പ്രത്യേകത, അവർ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഈ വൃത്താന്തത്തെക്കുറിച്ച്. ഏകാഭിപ്രായമല്ല അവർക്കുള്ളത്, പിന്നെയോ ആ ചോദിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പല അഭിപ്രായമാണ്. അപ്പോൾ ഏതാണ് ആ വാർത്ത? ഒരു വിഭാഗം പറഞ്ഞ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്, വിശുദ്ധ ഖുർആൻ. വേറെ വിഭാഗം പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ്. വേറെ വിഭാഗം പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യനാളാണ്, പുനരുത്ഥാനം, അന്ത്യനാൾ. നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ അവർ അന്യോന്യം ചോദിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? വിശുദ്ധ ഖുർആൻ അത് പിന്നെ എന്താണ്? അവർ പരസ്പരം ചോദിച്ചിരുന്നു, അത് കവിതയാണോ, അതല്ല അത് പിന്നെ മരണക്കാരൻ്റെ വർത്തമാനാണോ, അതല്ല അത് പിന്നെ മുഹമ്മദ് വല്ലയിടത്തു നിന്നും എഴുതി കൊണ്ടുവന്നതാണോ, അല്ല മുഹമ്മദിനെ ആരെങ്കിലും വന്ന് പഠിപ്പിക്കുന്നതാണ്. ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അന്യോന്യം അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഹുവ നബഉൻ അദീം, ഖുൽ ഹുവ നബഉൻ അദീം. ഖുൽ പറയുക, ഹുവ വിശുദ്ധ ഖുർആൻ നബഉൻ അദീം, എന്താണത്? ആ മഹാവാർത്തയാണ്, മഹാവാർത്തയാണ്, വലിയ വൃത്താന്തമാണ് എന്ന് വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആയത്തിനെ മുഖവിലൊക്കെ എടുത്തിട്ട് പണ്ഡിതന്മാരിലൊരു വിഭാഗം പറഞ്ഞത് അവിടെ ഉദ്ദേശം വിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവർ അന്യോന്യം ചോദിച്ചിരുന്നു. മനസ്സിലായില്ലേ? നബിയുടെ വിഷയത്തിൽ അവർ ഏക സ്വരക്കാരായിരുന്നില്ല, അവരുടെ സ്വരം വ്യത്യസ്തമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ചിലർ പറഞ്ഞു നബി കവിയാണ് എന്ന്, മറ്റു ചിലർ പറഞ്ഞു നബി ജ്യോത്സ്യനാണെന്ന്, മറ്റു ചിലർ പറഞ്ഞു ഭ്രാന്തനാണെന്ന്, ചിലർ പറഞ്ഞു പിന്നെ മാരണബാധയേറ്റവനാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ്. ചിലർ പറഞ്ഞു ഇതൊന്നുമല്ല, മുഹമ്മദ് അൽ അമീനാണ്, വിശ്വസ്തനാണ്, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിലും അവർക്ക് എന്തുണ്ടായിരുന്നു? ഭിന്നാഭിപ്രായങ്ങളുണ്ടായിരുന്നു. അവർ നബിയുടെ വിഷയത്തിലും അവരുടെ മീറ്റിങ്ങുകളിലും ക്ലബ്ബുകളിലൊക്കെ എന്ത് ചെയ്തിരുന്നു? അവർ അന്യോന്യം ചോദിച്ചിരുന്നു. വേറെ വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഇവിടെ ഉദ്ദേശം ബഅസാണ്, പുനരുത്ഥാനം, അന്ത്യനാൾ. അതിൻ്റെ വിഷയത്തിലാണ് അവർ അന്യോന്യം ചോദിച്ചിരുന്നത്. അന്ത്യനാളിൻ്റെ വിഷയത്തിൽ അവർക്ക് ഏകാഭിപ്രായമായിരുന്നില്ല. അവർ മുശ്രിക്കീങ്ങൾ അന്ത്യനാളിനെക്കുറിച്ച് പിന്നെ പരസ്പരം ചോദിക്കുമായിരുന്നു. ഹദീസുകളിൽ ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും കാണാം അവരുടെ ചോദ്യം. അവർ ഒരുമിച്ച് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഓതുമ്പോൾ അവർ പറയും, നമ്മളുടെ പൂർവ്വകാലത്ത് എത്ര ആൾ മരിച്ചുപോയി, ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ടോ? അല്ലേ? അവർ കണ്ണിട്ടും കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിച്ചും കണ്ണ് ചിമ്മിയും ഒരു പരിഹാസത്തിലൊക്കെ ആയിരുന്നു അന്യോന്യം ചോദിച്ചിരുന്നത്. എത്രയെങ്ങാനും ആൾ മരിച്ചുപോയി, ഇതുവരെ ഒരാൾ നീച്ചു വന്നിട്ടില്ല. പിന്നെ എല്ലാ ഈ നുരുമ്പിയത് ഇനി ജീവിക്കേ? മുഹമ്മദ് പറയുന്നതിനനുസരിച്ച് പരലോകം സംഭവിക്കുമെങ്കിൽ അതിനോട് തൊട്ടടുത്ത് മരിച്ചാലൊക്കെ ജീവിക്കുക എന്നല്ലാതെ പണ്ട് ആബാവുനൽ അവ്വലൂൻ, നമ്മൾ പൂർവ്വപിതാക്കളും നീച്ചു വരിക. ഇങ്ങനെ അവർ എന്ത് ചെയ്തിരുന്നു? അന്യോന്യം ചോദിച്ചിരുന്നു. അതാണ് ഇവിടെ അമ്മയതസാഅലൂൻ, അവർ എന്തിനെക്കുറിച്ചാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അനി നബഇൽ അദീം, നബഉൽ അദീമിനെ കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശം പുനരുദ്ധാനമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ വീക്ഷണം. എല്ലാം ശരിയാണ്. കാരണം എന്താ? എല്ലാം മഹാവൃത്താന്താണ്. അവർ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ആ വിഷയങ്ങളിലൊന്നും ഏകാഭിപ്രായമായിരുന്നില്ല.
വ്യത്യസ്ത അഭിപ്രായമാണ്. ഇപ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം പറഞ്ഞിരുന്നു, ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുന ഇല്ല ദഹർ. ഈ ഭൗതിക ജീവിതം മാത്രമാണുള്ളത്. നമൂതു വനഹ്യ, ജീവിതം മരണം അതൊക്കെ ഇവിടുത്തെ സ്വാഭാവികത. വമാ യുഹ്ലികുന ഇല്ല ദഹർ, കാലം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്. അത് ഈ ഭൗതികതയിൽ നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ്, ഇനിയൊരു പരലോകം, ഇതൊന്നുമില്ല എന്നൊരു വിഭാഗം പറഞ്ഞിരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പറഞ്ഞിരുന്നു, വൈദാ ഖീല ലഹും ഇന്ന സഅത ലാ റൈബ ഫീഹ, സൂറത്തുൽ ജാസിയയിലായത്, വൈദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വൈദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്സാഅതു ലാ റൈബ ഫീഹ ഖുൽതും മാ നദുന്നു ഇല്ലാ ദന്ന വമാ നഹ്നു ബിമുസ്തൈഖിനീൻ. മനസ്സിലല്ലേ? അവരോട് പറഞ്ഞാൽ, അതായത് ഇന്ന സഅത ഹഖ്ഖുൻ, പിന്നെ വൈദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹിൻ്റെ വാഗ്ദാനം അത് സത്യമാണ് എന്ന് പറയപ്പെട്ടാൽ, വസ്സാഅതു ലാ റൈബ ഫീഹ, അന്ത്യനാൾ അതിൽ യാതൊരു സംശയവുമില്ല എന്നും അവരോട് പറയപ്പെട്ടാൽ, ഖുൽതും, അള്ളാഹു പറയാണ്, ഭൗതിക വിശ്വാസികളെക്കുറിച്ച് പറയാണ്, നിങ്ങൾ പറയും, മസ്സാ അല്ല മാനദ്രി മസ്സാ, എന്താണ് അന്ത്യനാൾ, അത് ഞങ്ങൾക്കറിയില്ല. മാനദ്രി മസ്സാ, അന്ത്യനാൾ എന്ത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇന്നദുന്നു ഇല്ലാ ദന്ന വമാ നഹ്നു ബിമുസ്തൈഖിനീൻ, ഞങ്ങൾക്ക് ചില ഊഹങ്ങളും ധാരണകളും മാത്രമാണ് ഉള്ളത്, ഞങ്ങൾക്ക് ഒരിക്കലും എന്തില്ല, ഒരു ദൃഢബോധമോ ദൃഢവിശ്വാസമൊന്നുമില്ല, ചില ഊഹങ്ങളും മാത്രമാണുള്ളത് എന്നും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ പരലോകത്തിൻ്റെ വിഷയത്തിൽ ചില ഊഹങ്ങൾ, ധാരണകൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടായിരുന്നു. പരലോകത്തെ പറ്റ നിഷേധിക്കുന്നവരും അവരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരലോകത്തിൻ്റെ വിഷയത്തിൽ അവർ ആരായിരുന്നില്ല, ഏകാഭിപ്രായക്കാരായിരുന്നില്ല, ഭിന്ന സ്വരക്കാരായിരുന്നു, വ്യത്യസ്ത അഭിപ്രായക്കാരായിരുന്നു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മനസ്സിലായോ? മൂന്നും ശരിയാണ്, അഭിപ്രായം ശരിയാണ്. പക്ഷേ പിന്നീടുള്ള വിശുദ്ധ ഖുർആൻ്റെ ഈ പരാമർശങ്ങൾ, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ നോക്കുമ്പോൾ, ഈ കോർവകൾ നോക്കുമ്പോൾ കൂടുതൽ പരലോകവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് മുഫസ്സിരീങ്ങൾ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. കൂടുതൽ യോജിപ്പ് ഈ ഒരു ഭാഗത്തിനാണ്. ആ ഒരു തഫ്സീർ പ്രകാരമാണ് നമ്മളിവിടെ ക്ലാസ് തുടരുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, മഹാവൃത്താന്തത്തെക്കുറിച്ചാണ് അവർ അന്യോന്യം ചോദിക്കുന്നത്. അവരുടെ ചോദ്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താ മനസ്സിലായില്ലേ? ആരെങ്കിലുമൊക്കെ മരിച്ചുപോയി, ഇതുവരെ വന്നിട്ടുണ്ടോ? എത്ര ആൾ മരിച്ചുപോയി? പൂർവ്വകാലത്തുള്ളവരും പിൽക്കാലത്തുള്ളവരും ഒക്കെ ഒരേപോലെ നീച്ചു വരുമോ? എല്ലായി മണ്ണായി നുരുമ്പ് ജീർണിച്ചതൊക്കെ നീച്ചു വരും എന്നാണോ പറയുന്നത്? ഇങ്ങനെ എന്ത് ചെയ്യണം? അവർ പരസ്പരം ഗോഷ്ഠി കാണിച്ചും തമാശയാക്കിയിട്ടും അന്യോന്യം ചോദിക്കണം. അതിനെക്കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. അതാണ് അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. ഈ മഹാവാർത്ത വൃത്താന്തം എന്ന് പറഞ്ഞാൽ അതിൽ അവർ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കല്ലാ സയഅലമൂൻ. എന്താ കല്ല? കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പരിഹസിച്ച് ചോദിക്കണ്ട, പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യം അത് ഉന്നയിക്കണ്ട. കല്ല. അതേപോലെ തന്നെ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ട് പരസ്പരം നിഷേധിക്കുന്ന, കളവാക്കുന്ന ചോദ്യം ഉന്നയിക്കണ്ട. സയഅലമൂൻ. എന്താ സയഅലമൂൻ? വഴിയെ നിങ്ങൾ അറിയും. അതാണ് സയഅലമൂൻ, വഴിയെ നിങ്ങൾ അറിയും. അറബിയിൽ പറയും, അൽ ജവാബു മാ തറ ലാ മാ തസ്മ. എന്താ അൽ ജവാബ്? ഉത്തരം. മാ തറ, നീ കാണാൻ പോകുന്നതാണ്. ലാ മാ തസ്മ, നീ കേൾക്കാൻ പോണതല്ല. നീ കേൾക്കാൻ പോണതല്ല, നീ കാണാൻ പോകുന്നതാണ് ഉത്തരം എന്ന് പറയും. ശരി. ഈ ഒരു രീതിയാണ് ഇവിടെ. അതായത് പരിഹസിച്ചിട്ടുള്ള ഈ ചോദ്യം അത് വേണ്ട. കല്ല, അത് വേണ്ട. സയഅലമൂൻ, അവർ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ല സയഅലമൂൻ. സുമ്മ ഉണ്ടെങ്കിൽ വീണ്ടും കല്ല സയഅലമൂൻ. കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പരിഹാസ ചോദ്യങ്ങൾ വേണ്ട. സയഅലമൂൻ, അവർ വഴിയെ അറിയും. അവർ വഴിയെ അറിയും. എങ്ങനെ അറിയും?
വഴിയെ കണ്ടറിയും കേട്ടറിയും അനുഭവിച്ചറിയും. അതാണ് കണ്ടറിയും കേട്ടറിയും അനുഭവിച്ചറിയും. അറിയാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് എന്ത് ചെയ്യണത് ഇവർ അഭിപ്രായ വ്യത്യാസത്തിൽ ഭിന്നസ്വരത്തിൽ അന്യോന്യം പരിഹസിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് വഴിയെ അറിയാനിരിക്കുന്നതാണ്. അത് മുന്നറിയിപ്പാണ്, താക്കീതാണ്. ആ താക്കീതിൻ്റെ സ്വരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആവർത്തിച്ചു. അതെന്തിനു വേണ്ടിയാ? ആ ആശയത്തെ ബലപ്പെടുത്താനാണ്. അറിയുക തന്നെ ചെയ്യും എന്നുള്ളത് ബലപ്പെടുത്താനാണ്. സയഅലമൂൻ എന്ന് 2 തവണ പറഞ്ഞത്. അതല്ലേ കാണാൻ പോണ ഇച്ചയാണ്. അതങ്ങനെ പറയല്ലേ, നമ്മൾ നടന്മാർ പറയല്ലേ, കാണാൻ പോണ്ട പൂരം ചോദിച്ചറിയണ്ട അറിയും. അതേപോലെ കാണാൻ പോണ കാര്യമാണ്. അതുകൊണ്ട് പിന്നെ കളിയാക്കണ്ട, ചോദിച്ച് അതിനെ പിന്നെ നിഷേധിക്കണ്ട എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. പിന്നെ ഈ അബ്ബാസി ഖലീഫ ഹറൂൺ റഷീദ് റോമക്കാരനായ ഒരു ഭരണാധികാരിയുണ്ട്, നഖ്ഫൂർ എന്ന് പറയാം. ഈ നഖ്ഫൂർ പിന്നെ അബ്ബാസി ഖിലാഫത്തിൻ്റെ ആ വിശാലതയിൽ ഖലീഫ ഹാറൂൺ റഷീദ് എന്ത് ചെയ്തിരുന്നു, ചില ആളുകൾക്ക് നികുതി ചുമത്തിയിരുന്നു. അപ്പോൾ ആ നികുതി ചുമത്തിയതിനെ കളിയാക്കിയിട്ടാണ് നഖ്ഫൂർ എന്ത് ചെയ്ത് ഒരു കത്തെഴുതി. ആർക്ക്? ഹാറൂൺ റഷീദിന് കത്തെഴുതി. ഖലീഫനെയും കളിയാക്കി, മുസ്ലിങ്ങളെയും കളിയാക്കി അല്ലേ. അപ്പോൾ ഹാറൂൺ റഷീദ് കത്ത് വായിച്ച്, അപ്പോൾ അത് പരിഹാസ കത്താണ്. അപ്പോൾ ഹാറൂൺ റഷീദ് എന്ത് ചെയ്ത് ആ കത്തിൻ്റെ അപ്പുറം 3 വാചകം എഴുതി. ഒന്ന്, മിൻ ഹാറൂൺ റഷീദ് അമീറുൽ മുഅ്മിനീൻ ഇലാ നഖ്ഫൂർ കൽബ് റൂം. അതാണ് ഒന്നാമത്തെ വരി. അതായത് അമീറുൽ മുഅ്മിനീൻ ഹാറൂൺ റഷീദിൽ നിന്ന് റോമയിലെ പട്ടി നഖ്ഫൂറിനുള്ള കത്ത് മറുപടി. അതിൻ്റെ അപ്പുറത്ത്, ഈ കത്തിൻ്റെ അപ്പുറത്ത് തന്നെ എഴുതി. എന്നിട്ട് എഴുതിയത് അൽ ജവാബു മാ തറ ലാ മാ തസ്മ. ഉത്തരം നീ കാണാൻ പോകുന്നതാണ്, കേൾക്കാൻ പോകുന്നതല്ല. വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദ. വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദ. ഈ 3 കലിമത്ത് അത് വെച്ചിട്ട് ഇത് തിരിച്ചയച്ച് ഓൻ്റെ കത്ത് തന്നെ അങ്ങോട്ട് കൊടുത്തയച്ച്. കാരണം ഒട്ടും ആദരവ് അറിയിക്കൂല, അങ്ങനത്തെ എഴുത്താണ് അവൻ ഇങ്ങോട്ട് എഴുതിയത്. ആദരവ് അറിയിക്കാത്തവരെ ആദരിക്കാൻ നിന്നിട്ടെങ്കിൽ പിന്നെ ആദരിക്കണേ എരപ്പാകും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മറുപടി എടുത്തു. ഹാറൂൺ റഷീദ് എന്ത് ചെയ്തു, തൻ്റെ സൈന്യത്തെ ഒരുക്കി മുസ്ലിമീങ്ങളെ ക്ഷണിച്ചു. ആ സൈന്യം അവിടെ എത്തി, മനസ്സിലല്ലേ, ഓൻ്റെ നാട് വിജയിച്ചു, നഖ്ഫൂറിനെ പിടിച്ചു. എന്നിട്ട് ജിസിയ ഒരാൾക്ക് 10 ദിർഹമായിരുന്നു. ഒരാൾക്ക് 10 ദിർഹമായിരുന്നു. ഈ നഖ്ഫൂറിനെ ഹാറൂൺ റഷീദ് കൊന്നില്ല, അവനെ ജീവിക്കാൻ വിട്ട്. പക്ഷേ ജിസിയനെ പരിഹസിച്ചിട്ടാണ് എഴുതിയത്. അതുകൊണ്ട് നഖ്ഫൂറിനോട് എല്ലാവർക്കും 10 ദിർഹമാണ് ജിസിയ, എനിക്ക് 20 ദിർഹമാണ് ജിസിയ, എനിക്ക് 20 ദിർഹമാണ് ജിസിയ എന്ന് പറഞ്ഞ് ജിസിയ കൊടുത്ത് ജീവിക്കാൻ വിട്ടു എന്നുള്ളതാണ്. അലാ കുല്ലിൻ അവിടെ പറഞ്ഞ എന്താണ്, അൽ ജവാബു മാ തറ ലാമ തസ്മ. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ വേറെയും കാണാം. അബൂ യൂസുഫ് അൽ മറാക്കിഷി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അബൂ യൂസുഫ് അൽ മറാക്കിഷി ഭരിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഭരണാധികാരി, എനിക്ക് സ്പെയിനിലായിരിക്കും, ഇതേപോലെ ഒരു കത്ത് നാട് ഏൽപ്പിക്കണം, നിങ്ങൾ പിന്നെ ഭരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ ആ കത്ത് ചീന്തിയിട്ട് അതിൻ്റെ ഒരു വാലിൽ അബൂ യൂസുഫുൽ മറാക്കിഷി എഴുതി അൽ ജവാബു മാ തറ ലാ മാ തസ്മ അങ്ങോട്ട് കൊടുത്തയച്ച്. എന്നിട്ട് എന്ത് ചെയ്ത് പോയി മൂപ്പരെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്ന്. ഏതായാലും അതൊരു ശൈലിയാണ്. അൽ ജവാബു മാ തറ ലാ മാ തസ്മ എന്നുള്ളത് അറബി സാഹിത്യത്തിൽ മനസ്സിലായി. അത് പണ്ട് കാലങ്ങളിലെ കത്തിൽ ഉപയോഗിക്കും ഇത്തരം ആളുകളോട്. ഇവിടെ അതേ ഒരു ശൈലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഈ പരിഹാസ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത്. അതായത് പരലോകത്തെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയത്തെ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയത്തെ, അനിഷേധ്യമായൊരു സത്യത്തെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനിഷേധ്യമായൊരു സത്യത്തെ, യാഥാർത്ഥ്യത്തെ അവരറിയുന്ന ഒരു സംഗതിയെ അവർ പരിഹസിച്ച് ഭിന്നസ്വരത്തിൽ എന്ത് ചെയ്യാണ്, അന്യോന്യം ചോദിച്ച് കളിയാക്കാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതികരിക്കുന്നത് എന്താണ്, നിങ്ങൾ ഏതൊരു വിഷയമാണ് അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കാണാൻ പോകുന്നതാണ്, നിങ്ങൾ കേൾക്കാൻ പോകുന്നതല്ല എന്ന രീതിയിലാണ് പറയുന്നത്. കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ.
തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇവിടെ സയഅലമൂൻ എന്ന് പറഞ്ഞ് എപ്പോൾ അറിയും, എന്തറിയും എന്ന് പറഞ്ഞില്ല. ഇവിടെ യഅലമൂൻ എന്നാണ് പറഞ്ഞത് അല്ലേ? യഅലമൂൻ, അവർ അറിയും എന്ന് പറഞ്ഞു. ഈ പരിഹസിക്കുന്നവർ അവരറിയും എന്ന് പറഞ്ഞു. എപ്പോൾ അറിയും? എപ്പോഴാണ് അറിയുക? വഴിയെ അറിയും എന്നുള്ളതാണ്. അത് മരണത്തോടു കൂടി അറിഞ്ഞു തുടങ്ങും. മരണത്തോട് കൂടിയിട്ട് അവർ പരിഹസിച്ച് അന്യോന്യം ചോദിച്ച് അവിശ്വസിക്കുന്നത് പരലോകമാണ് എങ്കിൽ, അത് ഇനിയിപ്പോൾ ഖുർആനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും മരണം വരിക്കുന്നതോടുകൂടി അറിഞ്ഞു തുടങ്ങുന്നത് യാഥാർത്ഥ്യമാണെന്നുള്ളത് മനസ്സിലായോ? അതാണ് മരണത്തോടു കൂടി, അതാണ് എപ്പോൾ അറിയും എന്നുള്ളത്. പരലോക വിഷയമാണ് എങ്കിൽ എന്താണ് അറിയുക? അറിയേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്, അതൊക്കെ അറിയും അല്ലേ? ഉയർത്തെഴുന്നേൽപ്പ് അറിയും അല്ലേ? അതേപോലെ തന്നെ ഹഷർ അറിയും, അല്ലെങ്കിൽ മഹ്ഷർ അറിയും. മഹ്ഷറ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം, ഒരുമിച്ച് കൂട്ടൽ എങ്ങനെയെന്നുള്ളത് അറിയും. അതേപോലെ തന്നെ പിന്നെ ഹിസാബ് അറിയും അല്ലേ? വിചാരണ എന്ത് എന്നുള്ളത് അറിയും. അതേപോലെ തന്നെ പിന്നെ പരലോകത്തുള്ള എല്ലാ സംഗതികളും അവിടെ മീസാനുണ്ട്, അവിടെ സിറാത്ത് ഉണ്ട്, അവിടെ പിന്നെ ജന്നത്തുണ്ട്, അവിടെ നാറുണ്ട്, ഇതൊക്കെയും അറിയും, എല്ലാം അറിയും. അതാണ്, അതുകൊണ്ടാണ് അറിയേണ്ട വിഷയങ്ങൾ കുറേ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കർമ്മത്തെ പറയാതിരുന്നത്, മഫൂലിനെ പറയാതിരുന്നത്. റഹ്മക്കല്ലാ. എന്ത് അറിയും എന്ന് പറഞ്ഞില്ല, അറിയും എന്നേ പറഞ്ഞുള്ളൂ. എന്താണ് അറിയേണ്ടത്? അറിയേണ്ട സംഗതികൾ കുറേ ഉണ്ട്, അതെല്ലാം അറിയും, അതെല്ലാം അറിയും. അതാണ് കല്ല സയഅലമൂൻ സുമ്മ കല്ല സയഅലമൂൻ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചില തെളിവുകൾ ഉണർത്തുകയാണ്. ആ തെളിവുകൾ ഈ പരലോകത്തെ നിഷേധിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് സ്വീകാര്യമായ തെളിവുകളാണ്. ഖുർആനെ നിഷേധിക്കുന്ന കളവാക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്വീകാര്യമായ തെളിവുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്വീകാര്യമായ തെളിവുകളാണ്. ഇവിടെ അവർ സ്വീകരിക്കുന്ന തെളിവുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുമ്പിൽ നിരത്തുന്നത്. ഒന്ന്, അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽന അൽ-ലൈല ലിബാസ വജഅൽന അൻ-നഹാറ മആശ വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദ വജഅൽനാ സിറാജൻ വഹാജ വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. ഇത് ഈ കളിയാക്കി ഭിന്നാഭിപ്രായത്തിലായി അന്യോന്യം ചോദിക്കുന്ന ആളുകൾ അവർ സമ്മതിക്കണ കാര്യങ്ങളത്. എന്ത്? ഇതൊക്കെ ആര് ചെയ്താ? ഇതൊക്കെ അള്ളാഹു ചെയ്താന്നുള്ളത്. അള്ളാഹു ചോദിക്കാണ്, അലം നജ്അലിൽ അർള്, എന്താ നാം ഭൂമിയെ ആക്കിയിട്ടില്ലേ? എന്താക്കിയിട്ടില്ലേ? മിഹാദൻ. മിഹാദ് എന്ന് പറഞ്ഞാൽ മഹദ്. മഹദ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ മുമഹദ്, വസിക്കുവാൻ യോഗ്യം, താമസിക്കാൻ, നടക്കാൻ, നിൽക്കാൻ, കിടക്കാൻ, അതേപോലെ തന്നെ ജോലി ചെയ്യാൻ ഒക്കെ തരപ്പെടുത്തിയത്. അതാണ് അവിടെ ഉദ്ദേശം. മഹദ് മിഹാദ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ മടിത്തട്ടിനാണ് പറയുക. കുട്ടികളെ കിടത്തുന്ന തട്ടിനാണ് പറയുക. ഭൂമിയെ നാം മിഹാദാക്കി, വിശുദ്ധ ഖുർആൻ മഹദാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹദ് മിഹാദ് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് ഇവിടെ ഉദ്ദേശം, വസിക്കാൻ യോഗ്യം എന്നുള്ളതാണ്. കുട്ടികളെ കിടത്തുന്ന ഫിറാഷ് ഉണ്ടല്ലോ, ഫിറാഷിന് മഹദ് എന്ന് പറയും. ഇവിടെ നജ്അൽ എന്ന് പറഞ്ഞെങ്കിൽ നുസയ്യിർ, നാം ആക്കി, നാം സൃഷ്ടിച്ചു എന്ന് അർത്ഥം പറയാം. അപ്പോൾ അലം നജ്അൽ, നാം സൃഷ്ടിച്ചില്ലേ അൽ അർള, ഭൂമിയെ, ഏതവസ്ഥയിൽ? മിഹാദൻ, മിഹാദായ അവസ്ഥയിൽ. അപ്പോൾ നജ്അൽ എന്നുള്ളതുണ്ടല്ലോ, ജഅല എന്നുള്ളത് രണ്ട് അർത്ഥത്തിന് പ്രയോഗിക്കും. ഒന്ന് സയ്യറ, ആക്കി എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ ഖലഖ, സൃഷ്ടിച്ചു എന്നർത്ഥത്തിൽ. ആക്കി എന്നർത്ഥത്തിലാകുമ്പോൾ ഈ ക്രിയ രണ്ട് മഫ്ഊലിലേക്ക് വിട്ടെടുക്കണം. അപ്പോൾ അലം നജ്അലിൽ അർള, ഭൂമിയെ നാം ആക്കിയില്ലേ
മിഹാദൻ മിഹാദാക്കിയില്ലേ എന്നാൽ മിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? വാസയോഗ്യം, വിരിപ്പാക്കിയില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശതാണ്. വാസയോഗ്യമാക്കിയില്ലേ, സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിലാണ് നജ്അൽ എന്നുള്ളത്. അലം നജ്അലിൽ അർള, ഭൂമിയെ നാം സൃഷ്ടിച്ചില്ലേ. മിഹാദൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹാൽ, മിഹാദായ ഹാലിൽ, അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ വസിക്കുവാൻ യോഗ്യമായ തരപ്പെട്ട അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ നടക്കണം, അതേപോലെ തന്നെ ഭൂമിയിൽ കിടക്കണം, ഭൂമിയിൽ ഇരിക്കണം, ഭൂമിയിൽ നമ്മുടെ ജീവസന്ധാരണം അതൊക്കെ നടക്കണം, ജോലി ഇവിടെ ചെയ്യണം, ശരിയല്ലേ? ഇതിനൊക്കെ പറ്റിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഒരുക്കിയിട്ടുണ്ട്, മുമഹദാക്കിയിട്ടുണ്ട്. അതാണ് അവിടെ ചോദിക്കുന്നത്. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. ജിബാൽ വൽ ജിബാൽ, പർവ്വതങ്ങളെയും അലം നജ്അൽ നാം ആക്കിയില്ലേ എന്നാണ്, അല്ലെങ്കിൽ നാം സൃഷ്ടിച്ചില്ലേ. വൽ ജിബാല, പർവ്വതങ്ങളെയും നാം ആക്കിയില്ലേ. ഔതാദൻ, എന്താക്കിയില്ലേ? വത്തുദ് ഔത്താദ് എന്ന് പറഞ്ഞാൽ ആണികൾ എന്നാണ്. വത്തുദ് എന്ന് പറഞ്ഞാൽ ആണി, ഔത്താദ് ആണികൾ. പർവ്വതങ്ങളെ നാം ആക്കിയില്ലേ. ഔതാദൻ, ആണികൾ. അല്ലെങ്കിൽ ഇവിടെ അലം നജ്അൽ എന്ന് പറഞ്ഞാൽ അലം നഖ്ലുഖ്, നാം സൃഷ്ടിച്ചില്ലേ. അൽ ജിബാൽ, പർവ്വതങ്ങളെ ഏതവസ്ഥയിൽ? ഔതാദൻ, ആണികളായ അവസ്ഥയിൽ. എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വതങ്ങൾ ഭൂമിക്ക് എന്താണ്? ആണി എന്നോണാണ് വർത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൻ തമീദ ബിക്കും, ഭൂമി നിങ്ങളെയും കൊണ്ട് ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു പോകാത്ത വിധം ഭൂമിയുടെ സന്തുലിതത്വം ഇവിടെ നിർവഹിക്കുക എന്നുള്ള ധർമ്മമാണ് പ്രധാനമായും പർവ്വതങ്ങൾക്ക്. അപ്പോൾ ആ നിലക്ക് സൃഷ്ടിച്ചില്ലേ എന്നുള്ളതാണ്. ആണികളുടെ പ്രത്യേകത എന്താ? ആണി നമ്മൾ തറച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം മുകൾക്കാണുള്ളൂ, ബാക്കിയൊക്കെ കൂടുതലും താഴോട്ടാണ്. അപ്പോൾ അതേപോലെ ഭൂമിക്ക് ഒക്കെ ആണിയായിട്ട് വർത്തിക്കുന്നു പർവ്വതങ്ങൾ. ഇവിടെ അലം നജ്അലിൽ അർള, ഭൂമിയെ നാം സൃഷ്ടിച്ചില്ലേ. മിഹാദൻ, മിഹാദായ ഹാലിൽ, അല്ലെങ്കിൽ ഭൂമിയെ നാം ആക്കിയില്ലേ മിഹാദൻ, മിഹാദായി എന്ന് പറഞ്ഞു. ഭൂമിയിൽപ്പെട്ടതാണ് ആരും? പർവ്വതവും. എന്തിനാ പ്രത്യേകം പർവ്വതത്തെ പറഞ്ഞ്? വൽ ജിബാല ഔതാദ, പ്രത്യേകം ഭൂമിയിൽപ്പെട്ടതാണ് എന്ത്? പർവ്വതവും. പിന്നെ എന്തിനാ പർവ്വതത്തെ പ്രത്യേകം പറഞ്ഞ്? പർവ്വതങ്ങൾ ഇപ്പം ഈ പരിഹസിച്ച് ചോദിക്കുന്ന ഈ ആളുകളുണ്ടല്ലോ, ആ ആളുകൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ഇടാണെന്ത്? പർവ്വതങ്ങൾ. മനസ്സിലെ മക്കയിൽ അവിടെയുള്ള ഈ ചോദ്യക്കാരുള്ളത്, മക്കയിലൊക്കെ ഉള്ളത് എന്താ? പർവ്വതങ്ങളാണ്, വലിയ വലിയ പർവ്വതങ്ങളാണ്. ജബൽ അബി ഖുബൈസ്, ജബൽ ഖുവൈഖിആൻ, ജബൽ ഉമർ, പല പർവ്വതങ്ങളുള്ള സ്ഥലമല്ലേ, നാട് ആണ് മക്ക. അപ്പോൾ ആ മലകളിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിയിരുന്നതും വരും അത് ഉപയോഗപ്പെടുത്തിയിരുന്നവരാണ് ആര്? ഈ നിഷേധികളായ ആളുകൾ. അതുകൊണ്ട് തന്നെ അവർക്കറിയാം പർവ്വതത്തിൻ്റെ വില എന്തെന്ന്, പർവ്വതത്തിൻ്റെ കാര്യം എന്തെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പർവ്വതങ്ങൾ എടുത്ത് പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് കാണാം. അലാ കുല്ലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഭൂമിയെ നാം മിഹാദാക്കിയില്ലേ, പർവ്വതങ്ങളെ ആണികളുമാക്കിയില്ലേ. വഖലഖനാകും അസ്വാജ, എന്താ വഖലഖനാകും? വഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിക്കുകയും ചെയ്തു. എങ്ങനെ സൃഷ്ടിച്ചു? അസ്വാജൻ, അസ്വാജായി. അസ്വാജ് എന്താ? അസ്വാജ് ഇണകളായിട്ട്. ഇണകൾ എന്ന് പറഞ്ഞാൽ ദക്കറുൻ പിന്നെ ഉൻസ അല്ലേ? ആണുവർഗം പെണ്ണുവർഗം, അതാണെന്ത്? അസ്വാജ്, ഇണകൾ, ജോഡികൾ. വഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിക്കുകയും ചെയ്തു. അസ്വാജൻ, എങ്ങനെ? ഇണകളായിട്ട്, ആൺ പെൺ ഇണകളായിട്ട് നാം നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ, അസ്നാഫൻ എന്നാണ്. അസ്നാഫൻ, എന്താ അസ്നാഫൻ? അസ്നാഫൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചു. അസ്വാജ് എന്ന അസ്നാഫൻ, വിവിധ സിൻഫുകളായി, വകുപ്പുകളായി. മനസ്സിലായില്ലേ? വകുപ്പുകളായി. ആണുണ്ട്, പെണ്ണുണ്ട്. അതേപോലെ തന്നെ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ചുവന്നവരുണ്ട്. അതേപോലെ നീണ്ടവരുണ്ട്, കുറിയവരുണ്ട്, അല്ലേ? പലതരക്കാരാണ് മനുഷ്യർ പലതരക്കാരാണ്. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശം. അസ്നാഫ്, പലതരക്കാരായിട്ട്
നിങ്ങളെ നാം സൃഷ്ടിക്കുകയും ചെയ്തില്ലേ. രണ്ടും ശരിയാണ്. ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു, അതേപോലെ തന്നെ പല തരക്കാരായിട്ടും സൃഷ്ടിച്ചു. ആണ് വല ഖലഖനാകും അസ്വാജൻ വജഅൽന നൗമകും സുബാത. വജഅൽന നിങ്ങളെ നാം ആക്കി തീർത്തു. നൗമകും നിങ്ങളുടെ ഉറക്കിനെ, നൗം എന്നാണ് ഉറക്ക്, നിങ്ങളുടെ ഉറക്കിനെ നാം ആക്കി തീർക്കുകയും ചെയ്തു. സുബാത്തൻ, സുബാത്ത് സുബാത്ത് എന്നുള്ളത് സബത്ത് എന്നതിൽ നിന്നാണ്. സബത്ത് സബത്ത് എന്ന് പറഞ്ഞാൽ കഥ എന്നർത്ഥം. സബത്ത് എന്ന് പറഞ്ഞാൽ കഥ, മുറിച്ചു. ഇവിടെ സുബാത്ത് എന്നുള്ളതിന് നമ്മളിപ്പോൾ റാഹത്ത് എന്നർത്ഥം പറയും, വിശ്രമം, സമാധാനം എന്നൊക്കെ അർത്ഥം പറയും. വജഅൽന നൗമക്കും നിങ്ങളുടെ ഉറക്കിനെ നാം ആക്കി സുബാത്തൻ, വിശ്രമം, റാഹത്ത്. റാഹത്ത് എന്നുള്ളത് ഉദ്ദേശാർത്ഥമാണ്. പദാർത്ഥം ഒരിക്കലും എന്തല്ല, അതിൽ നേരിട്ട് റാഹത്തല്ല. പദാർത്ഥം നേരിട്ട് റാഹത്തല്ല, പക്ഷെ ഉദ്ദേശാർത്ഥം റാഹത്താണ്. എന്തുകൊണ്ട്? ഇപ്പോൾ യൗമുസ്സബത്ത് എന്ന ഏത് ദിവസം? ശനിയാഴ്ച. എന്തിനാ യൗമുസ്സബത്ത് പേരിട്ട്? ദിവസം തുടങ്ങണോണ്ട് അല്ല. സാബത്ത് നാളാണ് യൗമുസ്സബത്ത്. അതെന്തുകൊണ്ട്? മീൻ പിടിക്കുന്ന ദിവസമായതുകൊണ്ടോ മീൻ പിടിക്കാത്ത ദിവസമായതുകൊണ്ടോ? മീൻ പിടിക്കാത്ത ദിവസമായതുകൊണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ആഴ്ചയിൽ ഇതര ദിവസങ്ങളിൽ ജോലി ചെയ്യുകയും ജോലിയിൽ നിന്ന് വിരമിച്ച്, ജോലി നിർത്തി പിന്നെ റാഹത്തെടുക്കുകയും ചെയ്യുന്ന ദിവസമാണ് ജൂതരെ സംബന്ധിച്ചിടത്തോളം ഏത്? സാബത്തിൻ്റെ നാൾ, യൗമുസ്സബത്ത്. അതുകൊണ്ടാണ് പിന്നെ റെസ്റ്റ് എടുക്കുന്ന ദിവസം എന്നുള്ളത് കൊണ്ടാണ് യൗമുസ്സബത്ത് എന്ന് അതിന് പേര്. ജൂതരെ സംബന്ധിച്ചിടത്തോളം ജൂതരുടെ ജോലി എടുക്കാൻ പാടില്ലാത്ത റാഹത്തിൻ്റെ ദിവസമാണ് യൗമുസ്സബത്ത്. വെള്ളിയാഴ്ച വരെ ജോലി നിർത്തി, ശനിയാഴ്ച റാഹത്താണ്. ഇവിടെ അതാണ് ഈ ഇത്. വജഅൽന നൗമക്കും നിങ്ങളുടെ നൗമിനെ നാം ആക്കി സുബാത്താക്കി. സുബാത്ത് എന്നാൽ വിശ്രമ സമയം, റാഹത്തിൻ്റെ വേള ആക്കി. അത് ആക്കുകയും ചെയ്തില്ലേ എന്നാണ് ഇവിടെ. അലം എന്നതിലേക്കാണ് അതിൻ്റെ ബന്ധം. വജഅൽന ലൈൽ, അല്ല പറയണേ, വജഅൽന നാം ആക്കുകയും ചെയ്തു അല്ലൈൽ രാവിനെ, ലിബാസൻ, ദ ലിബാസ് വസ്ത്രം, രാവിനെ വസ്ത്രമാക്കി എന്നാണ്. എങ്ങനെ ഡോക്ടർ രാവിനെ വസ്ത്രമാക്കണ്? നല്ല ഇത്ര ലേറ്റായിട്ട് തന്നെ എല്ലാവർക്കും ചിലപ്പോൾ രാവിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട്. എങ്ങനെ രാവിനെ വസ്ത്രമാക്കാൻ? എന്തുകൊണ്ടാണ് രാവിനെ പിന്നെ വസ്ത്രത്തോട് തശ്ബീഹ് ചെയ്തത്, ഉപമിച്ചത്? ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും അല്ലേ? ഫ്ലൈറ്റിൽ പോകുമ്പോൾ രാവ് ഭൂമിക്ക് എന്താണ്? മനുഷ്യർക്ക് വസ്ത്രമാണ് അല്ലേ? മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ലോകം ഇരുട്ടിൽ പുതച്ച് കിടക്കുകയാണ്. ശരിക്ക് വസ്ത്രം ആണ്. പിന്നെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് രാവ് എന്താണ്? വസ്ത്രമാണ്. അത് മുകളിൽ നിന്ന് കാണാൻ പറ്റും. രാവാകുന്ന വസ്ത്രം അത് മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ സൃഷ്ടിചരങ്ങൾക്കാണ്. പക്ഷേ ഏറ്റവും അതുകൊണ്ട് ഉപകാരമായിരിക്കാണ് മനുഷ്യനാണ്. ഈ കളിയാക്കണ മനുഷ്യനാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല വജഅൽന ലൈല ലിബാസൻ, രാവിനെ വസ്ത്രമാക്കി എന്ന് പറഞ്ഞത്. പിന്നെ വേറൊന്ന്, പിന്നെ രാവിനെ വസ്ത്രമാക്കി. വസ്ത്രത്തിൻ്റെ ധർമ്മമാണ് എന്ത്? മറക്കുക എന്നുള്ളത്. നഗ്നത മറക്കുക, ഔറത്ത് മറക്കുക. പകലിലൊരാൾ ഉടുമുണ്ടില്ലാത്ത അവസ്ഥയല്ല രാവിൻ്റെ മറവിലും രാവിൻ്റെ നിഴലിലും. മനസ്സിലായില്ലേ? മനുഷ്യന് മറയാണ് രാവ്. മാത്രമല്ല പണ്ട് കാലങ്ങളിൽ യുദ്ധമൊക്കെ എപ്പോഴാണ്? രാത്രി യുദ്ധമല്ല. യുദ്ധം എപ്പോഴാണ്? നേരം വെളുക്കുമ്പോഴാണ് തുടങ്ങുക. രാത്രി ആയാൽ യുദ്ധം അവസാനിപ്പിക്കും. രാത്രി അപ്പം എന്താണ്? യുദ്ധത്തിന് തൊട്ടുള്ള മറയാണ്. നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ യുദ്ധം തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ വിഷയത്തിൽ ചരിത്രം വായിക്കുമ്പോൾ വാ സബാഹ എന്ന് പറയും.
വാ സബാഹ എന്നാണ് എന്താ, സബാഹിൽ അത് തുടങ്ങിയ രാത്രി യുദ്ധം ചെയ്യൂല. അങ്ങനെയായിരുന്നു അവരുടെ പതിവ്. അപ്പോൾ യുദ്ധത്തെ തൊട്ട് ഒരു പരിചയം എന്നോണായിരുന്നു ആര്, രാവുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്, മനസ്സിലല്ലേ. ഒരു യുദ്ധം അനിവാര്യമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി ഫജറിൻ്റെ സമയം വരെ പ്രതീക്ഷിക്കും, ആക്രമിക്കൂല. ഇരുട്ടിൻ്റെ മറയിൽ പോയിട്ടുള്ള ഒളി ആക്രമണം ഉണ്ടല്ലോ, അതില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നാട്ടിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യില്ല, അവിടെ ആക്രമിക്കൂല. ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ആക്രമിക്കൂല എന്നുള്ളതാണ്. ഏതായാലും വജഅൽനൽ ലൈല ലിബാസ, രാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസ്ത്രമാണ് എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ട്, അത് പല നിലക്കാണ്, മനസ്സിലല്ലേ. രാവ് വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവായിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി രാവിനാൽ പൊതിയപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അതേപോലെ തന്നെ നഗ്നതകൾക്ക് രാവ് ഒരു മറവാണ്. അതേപോലെ യുദ്ധം പോലുള്ളതായ കെടുതികളിൽ നിന്ന് രാവ് മറയാണ്. വജഅൽനൻ നഹാർ മആശ, വജഅൽനൻ നഹാർ, നഹാർ പകൽ, പകലിനെ നാം ആക്കുകയും ചെയ്തു. ആക്കുകയും ചെയ്തില്ലേ എന്ത്, മആശൻ. മആശ് എന്ന് പറഞ്ഞാൽ ഐഷ് എന്ന അർത്ഥത്തിൽ. ഐഷ് എന്ന് പറഞ്ഞാൽ ഹയാത്ത്. അവിടെ സബബുൽ ലിൽ ഹയാത്ത് എന്ന മാനയിൽ ജീവിക്കാൻ ഒരു കാരണം, ജീവിതത്തിൻ്റെ ഒരു ഹേതുകം. വജഅൽനൻ നഹാർ, പകലിനെ നാം ആക്കിയില്ലേ മആശൻ. മആശൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള സബബ്, ജീവിക്കാനുള്ള സബബ്, കാരണം, ഹേതുകം എന്ന് പറഞ്ഞാൽ എന്താ, പകലിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ജോലി ചെയ്യുന്നത്. ഇപ്പം രാവും പകലുപോലെ ആയതുകൊണ്ട് രാവിലെ ഫുൾ ടൈം 24 സാ ഷഗാൽ. വജഅൽനൻ നഹാറ, പകലിനെ നാം ആക്കുകയും ചെയ്തില്ലേ മആശൻ. മആശൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഐഷൻ ഹയാത്തൻ, ജീവിത വീതി അല്ലെങ്കിൽ ജീവിക്കുവാനുള്ള സബബ്, കാരണം. എന്നും രാവായിരുന്നുവെങ്കിൽ അല്ല, അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല രാവും നിശ്ചയിച്ചു, പകലും നിശ്ചയിച്ചു. ഭൂരിപക്ഷത്തിൻ്റെ അവസ്ഥ പകലിൽ ജീവിക്കുക, അധ്വാനിച്ച് ജീവിക്കുക, ജീവിതമാർഗം കണ്ടെത്തുക. രാത്രി പിന്നെ അധ്വാനിക്കാതെ വിശ്രമത്തിൽ കഴിയുക എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട കേസുകൾ അത് ഒരു പൊതുവിധിയല്ല അതിനുള്ളത്. വജഅൽനൻ നഹാറ മആശ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വബനൈന ഫൗഖക്കും, വബനൈന നാം നിർമ്മിക്കുകയും ചെയ്തില്ലേ, ഫൗഖക്കും നിങ്ങളുടെ മീതെ, സബ്അൻ ശിദാദൻ, സബ്അൻ എന്ന് പറഞ്ഞാൽ 7 എണ്ണം, 7 ശിദാദൻ. ശിദാദൻ എന്ന് പറഞ്ഞാൽ ശക്തമായ ഷിദാദ്, ഷദീദ് എന്നുള്ളതിന് ബഹുവചനമാണ് ഷിദാദ്. ശക്തമായ 7 എണ്ണം. അവിടെ 7 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറൂഫാണ്. എന്താണ് ശക്തമായ 7 എണ്ണം മീതെ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ അത് സമാവാത്ത് എന്നാണ്, 7 വാനങ്ങൾ, 7 വാനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മീതെ 7 സപ്തവാനങ്ങൾ, അതും ശക്തിമത്തായ സപ്തവാനങ്ങളെ നാം പടക്കുകയും ചെയ്തില്ലേ. വജഅൽന സിറാജൻ വഹാജ, വജഅൽന നാം ആക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നാം സൃഷ്ടിക്കുകയും ചെയ്തു. സിറാജൻ, സിറാജ് എന്ന് പറഞ്ഞാൽ മിസ്ബാഹ്, വിളക്ക്. വഹാജ് എന്ന് പറഞ്ഞാൽ അശ്ശദീദുസ്സന സന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപ്തി, വെട്ടം ശക്തമായത്, വെളിച്ചം, പ്രകാശം ശക്തമായത്, അതിദീപ്തമായ സിറാജ്, വിളക്കിനെ നാം സൃഷ്ടിക്കുകയും ചെയ്തില്ല. അവിടെ സിറാജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, സിറാജ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ശരിക്കും സിറാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിസ്ബാഹിനെ പറയാം. മിസ്ബാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെയ്ത്ത് ഒഴിച്ചിട്ടുള്ള പാത്രം, അതിൽ എണ്ണ ഒഴിച്ചിട്ട് തിരി കത്തിക്കുന്ന, അതിനാണ് ശരിക്ക് സിറാജ്. എന്തായാലും പറയാം, തിരി കൊളുത്തറിയില്ല നമ്മൾ,
നിലവിളക്കിൻ്റെ ലൈറ്റ് ലാമ്പ് അല്ലേ, ഒരു യുദ്ധാന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത്. അതുകൊണ്ടാണ് മുപ്പര് പെട്ടയില്ലേ, അന്ന് നിലവിളക്ക് കൊളുത്തിയിട്ട് ഉദ്ഘാടനം ചെയ്ത പരിപാടി അതിൻ്റെ ഉദ്ദേശമൊക്കെ വേറെയാണ്. നിലവിളക്ക് കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ഹൈന്ദവ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ മൂപ്പര് അതിന് തടി വരാൻ വേണ്ടിയിട്ട് അതൊരു ലൈറ്റ് ലാമ്പ് പരിപാടിയായിരുന്നു. മൂപ്പര് ഇംഗ്ലീഷ് പറഞ്ഞ് മുക്കുവൻ്റെ മകനോട് ചോദിച്ചു എൻ്റെ വാപ്പാക്ക് എത്താ ജോലി. അവൻ പറഞ്ഞു എൻ്റെ വാപ്പ ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്യാണ്. അപ്പോൾ കേട്ടോ വിചാരിച്ച് വാപ്പ അല്ലേ നെറ്റ്വർക്ക് എൻജിനീയർ എങ്ങാണ്ടാണ്. അയാൾ നെറ്റിൽ മീൻ പിടിച്ചത് തിരയാണ്. ഇതേപോലെയാണ് ചില ആളുകൾ എന്തെങ്കിലും പെട്ടിട്ട് നീച്ചും വെള്ളപ്പാട്. ലൈറ്റ് ലാമ്പ് പരിപാടി ഇനിയും അല്ലാഹുൽ മുസ്തആൻ. അലാ കുല്ലിൻ സിറാജ് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് മിസ്ബാഹ് ലാമ്പ്. വഹാജൻ എന്ന് പറഞ്ഞെങ്കിൽ ഷദീദുസ്സന, ശക്തമായ പിന്നെ വെട്ടമുള്ള വെളിച്ചമുള്ള. സിറാജിൻ്റെ പ്രത്യേകത സൂര്യനാണ് എങ്കിൽ സൂര്യൻ്റെ പ്രത്യേകത സൂര്യൻ തപ്തവുമാണ് ദീപ്തവുമാണ്. തപ്തം എന്ന് പറഞ്ഞാൽ ചൂടുള്ളത്, ദീപ്തം എന്ന് പറഞ്ഞാൽ പ്രകാശമുള്ളത് വെളിച്ചമുള്ളത്. അപ്പോൾ ശക്തമായ ദീപ്തിയുള്ള അതേപോലെ അതിതപ്തമാണ് ആര്? സൂര്യൻ. തപ്തവും ദീപ്തവുമാണ് സൂര്യൻ. അതുകൊണ്ടാണ് വഹാജ എന്ന വിശേഷണം. അപ്പോൾ വജഅൽനാ സിറാജം വഹാജ, ശക്തമായ പ്രകാശമുള്ള അതേപോലെ ദീപ്തമായ തപ്തമായ സിറാജ്. അതിന് അള്ളാഹു പറയുന്നത് ഞാൻ സൃഷ്ടിച്ചില്ലേ. മാത്രമല്ല അള്ളാഹു പറയുന്നത് വ അൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. വ അൻസൽനാ നാം അവതരിപ്പിച്ചു മിനൽ മുഅ്സിറാത്ത് എന്ന് പറഞ്ഞാൽ മഴ വെള്ളം വഹിക്കുന്ന കാർമുകിലുകൾ. അതിനാണ് മുഅ്സിറാത്ത് എന്ന് പറയുന്നത്. മുഅ്സിറാത്ത് എന്ന് പറഞ്ഞാൽ സഹാബ് അല്ലെങ്കിൽ അസ്സുഹുബ്, കാർമേഘങ്ങൾ, മുകിലുകൾ. വ അൻസൽനാ മിനൽ മുഅ്സിറാത്ത് പേമാരി വഹിക്കുന്ന മുകിലുകൾ അതാണ് മുഅ്സിറാത്ത്. കാർമുകിലുകളിൽ നിന്ന് നാം ഇറക്കുകയും ചെയ്തില്ലേ. മാ അൻ സജ്ജാജ, മാ എന്ന് പറഞ്ഞാൽ വെള്ളം. സജ്ജാജ് എന്ന് പറഞ്ഞാൽ കുത്തി ഒലിക്കുന്ന, കോരിച്ചൊരിയുന്നല്ലേ, കുത്തി ഒലിക്കുന്ന സജ്ജാജ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ ഹജ്ജു വസ്സജ്ജ് എന്ന് പറഞ്ഞു. ഹജ്ജിനെ കുറിച്ച് പറയുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അൽ അജ്ജു വസ്സജ്ജു, സജ്ജ് ഉണ്ടാ, ഈ സജ്ജാണത്. ഇതാണ് സജ്ജാജ് വന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അൽ അജ്ജു വസ്സജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉറക്കണ തെൽബിയത്തെ ഇല്ല. സജ്ജ് എന്ന് പറഞ്ഞാൽ ബലിമൃഗത്തെ അറുക്കുക, ബലിമൃഗത്തെ അറുത്ത് രക്തം ഒലിപ്പിക്കുക, അതാണ് സജ്ജ്. ഹജ്ജിൽ മുഖ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തെൽബിയത്ത് ഉറക്കണ ചെല്ലലും, പിന്നെ ബലിമൃഗത്തെ അറുക്കലും, ബലിദാനവും. അവിടെ ഈ സജ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണിത് സജ്ജാജ്. വ അൻസൽനാ മിനൽ മുഅ്സിറാത്ത് പേമാരി വഹിക്കുന്ന മുകിലുകളിൽ നിന്ന് നാം അവതരിപ്പിച്ചില്ലേ മാ അൻ സജ്ജാജ, കുത്തിയൊലിക്കുന്ന വെള്ളം. എന്തിന് ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. ലിനുഖ്രിജ ബിഹി എന്താ ആ വെള്ളം കൊണ്ട്, നുഖ്രിജ ബിൽമാഇ സജ്ജാജ്, ഈ വെള്ളം മുഖാന്തിരം നാം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. ലിനുഖ്രിജ നാം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. ബിഹി ഈ വെള്ളം നിമിത്തം എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? ഹബ്ബൻ വനബാതൻ. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി ഉള്ളത് ധാന്യങ്ങൾ. നബാത്ത് എന്ന് പറഞ്ഞാൽ സസ്യലതാദികൾ. എന്തിനാ രണ്ടും വേറെ വേറെ പറഞ്ഞ്? ധാന്യങ്ങളും സസ്യലതാദികളും വേറെ വേറെ പറഞ്ഞത്? ധാന്യം തിന്നാൻ വേണം, പിന്നെ എന്തും വേണം? സസ്യലതാദികളും വേണമല്ലേ. മുരിങ്ങൻ്റെ ഇല വേണ്ടേ? മത്തൻ്റെ ഇല, മുരിങ്ങൻ്റെ ഇല, അങ്ങനത്തെ ഇലകൾ വേണ്ടേ? അതേപോലെ തന്നെ നെല്ല്,
പിന്നെ ഗോതമ്പ് ഇങ്ങനത്തെ ധാന്യങ്ങളും വേണം. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, ഈ മഴ മുഖാന്തിരം ധാന്യങ്ങളെയും അതേപോലെ സസ്യലതാദികളെയും നാം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. അതിനാണ് പിന്നെ മുകിലുകൾ പേറുന്ന പിന്നെ പേമാരി പേറുന്ന മുകിലുകളിൽ നിന്ന് നാം കുത്തിയൊലിക്കുന്ന വെള്ളത്തെ അവതരിപ്പിച്ചത്. വജന്നാത്തിൻ അൽഫാഫ ലിനുഖ്രിജ ബിഹി ജന്നാത്തിൻ അൽഫാഫ എന്ന് പറഞ്ഞാൽ, ജന്നാത്ത് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ. എങ്ങനെയുള്ള തോട്ടങ്ങൾ? അൽഫാഫ, അൽഫാഫ്, ലഫീഫ്, അൽഫാഫ് അല്ലെങ്കിൽ അൽഫാഫ് എന്ന് പറയും. അൽഫാഫ് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് സസ്യലതാദികൾ ഇടതൂർന്ന, വൃക്ഷലതാദികൾ ഇടതൂർന്ന, വൃക്ഷലതാദികൾ ഇടതൂർന്ന തോട്ടങ്ങൾ. ചില സാഹിത്യകാരന്മാർ പറയും സസ്യശ്യാമള കോമളമായ എന്നൊക്കെ പറയുന്നത്. തോട്ടങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ലിനുഖ്രിജ ബിഹി, ഈ മഴയിലൂടെ നാം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി, ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. ഹബ്ബൻ ധാന്യങ്ങൾ, വനബാതൻ സസ്യലതാദികൾ, വജന്നാത്തിൻ അൽഫാഫ വൃക്ഷലതാദികൾ നിറഞ്ഞ തോട്ടങ്ങളെയും ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. അതിനെയും, അതാണ് വാവ് അൽ അത്ഫ്. എന്തിനാ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ്? 9ഓളം കാര്യങ്ങൾ പറഞ്ഞില്ലേ? 9 കാര്യങ്ങൾ പറഞ്ഞ്. അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽനാ അൽ-ലൈല ലിബാസ വജഅൽനാ അൻ-നഹാറ മആശ വബനൈനാ ഫൗകകും സബഅൻ ശിദാദ വജഅൽനാ സിറാജൻ വഹാജ വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. ഇത്രയും കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്തിനാ? ഇത് പറഞ്ഞത്, ഇതൊക്കെ ചെയ്തത് ആരാ? ഇത് ഈ പരലോകത്തെ നബഉൽ അദീമിനെ ഭിന്നസ്വരത്തിൽ കളിയാക്കി അന്യോന്യം ചോദിക്കുന്ന ആളുകൾ, അവർ സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ആരാ ചെയ്ത്? അള്ളാഹു ചെയ്താണ്. ഇതൊക്കെ ചെയ്താരാണ്? അള്ളാഹു ചെയ്താണ്. തങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്, അതും ഈ സ്വഭാവങ്ങളിൽ, ഈ വിശേഷണങ്ങളിൽ, ഭൂമിയെയും പർവ്വതങ്ങളെയും വാനങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് ആര് എന്നുള്ളത് അവർ പറയും അള്ളാഹുവാണ്. അള്ളാഹുവാണ്. ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എങ്കിൽ ആ അള്ളാഹ്ക്ക് ഈ സൃഷ്ടികളെ അപേക്ഷിച്ചൊരു മനുഷ്യന് മരിച്ച് മൺമറഞ്ഞൊരു മനുഷ്യൻ, അല്ലെങ്കിൽ മണ്ണായ പിന്നെ പൊടിയായ ഒരു മനുഷ്യനെ പുനഃസൃഷ്ടി നടത്തുക എന്നുള്ളത് ഒരിക്കലും പ്രയാസകരല്ല. ലഖൽഖുസ് സമാവാതി വൽ അർളി അഹ്വനു അല്ല മിൻ ഖൽഖ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭുവനങ്ങളുടെ സൃഷ്ടിപ്പാണ് ഏറ്റവും വലുത്. ആരതിക്കാൾ? മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാൾ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നിസ്സാരാണ് ഭുവനങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അള്ളാഹുവാണ് എന്ന് സമ്മതിക്കുന്ന മനുഷ്യനെ എന്തുകൊണ്ട് മനുഷ്യനെ പുനർജനിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വേദിയിലേക്ക് കൊണ്ടുവരും? അതെന്തിനാണ് അവർ കളിയാക്കുന്നത്? എന്തിനാണ് അതിനെ കളവാക്കുന്നത്? ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർ ഈ കാര്യങ്ങൾ ഉണർത്തിയിട്ട് ഇവിടെ ഉന്നയിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുന്നത് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അവിടുന്ന് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് അടുത്ത ഒരു തുടർഭാഗമായിട്ട് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.